ശിവായ ശിവായ നമഃ ഓം ശിവായ നമഃ ഓം നമഃ ശിവായ. ആ കുളിക്കാൻ പോയ സമയത്ത് ഒരു രാജകുമാരന്റെ വേഷം ധരിച്ച് ധർമ്മദേവൻ ആ പത്മയെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു രാജകുമാരന്റെ വേഷം ധരിച്ചില്ല. ആ രാജകുമാരൻ നോക്കിയപ്പോൾ ഈ പത്മ അങ്ങനെ അവിടെ ഇരിക്കുന്നത് പത്മ അത് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ വാങ്ങണോ കഴിഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ആരാ? എന്നാ സമയം പിപ്പലാദം എന്താ അല്ല ഒന്നുമല്ല പിപ്പലാദനം. അതാണ് ഈ പിപ്പലാദൻ, ഒരു പടുവൃത്തനായിട്ടുള്ള പിപ്പലാദ മനുഷ്യോ. അതെ ശേ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായില്ലേ? ആ ഇത്രയും പടുവൃത്തനായിട്ടുള്ള ആ പിപ്പലാദ മനുഷ്യയെ കൊണ്ട് എന്തിനു കൊള്ളാം? ജനാദനെ ബാധിച്ച് വൃദ്ധനായ പിപ്പലാദൻ അതൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരും. ഞാൻ യുവാവാണ്, എല്ലാ സമ്പൽ സമൃദ്ധിയും എന്നിലുണ്ട്, എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്തു തരും. ജനാതുരസ്യ വൃദ്ധസ്യ പിപ്പലാദസ്യമുനെ സത്യമതാണ് തത്വങ്കി സമീപേതരാജസേ വിപ്രം തപസ്സുതിരതം ഗണം മരണോന്മുഖം തെത്വാമം പശ്യരാജേന്ദ്ര വിശൂരം. അത് പറയണു എന്നത്തെ സ്വീകരിക്കും. അതുകൊണ്ട് യുവാവായി എന്നെ സ്വീകരിക്കൂ. പൂർവ്വജന്മ സുഹൃത്തം കൊണ്ട് സൗന്ദര്യം ലഭിക്കും. ഓരോരുത്തരും എല്ലാവർക്കും സൗന്ദര്യം എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് ഒരു പൊടിക്കുപ്പി കൊണ്ട് നടക്കാതെ സൗന്ദര്യം കൊടുക്കാൻ പറ്റും. പൊടിക്കുപ്പി കൊണ്ട് നടക്കുമ്പോഴാണ് ദശാവതാരം വന്നപ്പോൾ പൊടിക്കുപ്പി പരിഭവത്തിൽ മുക്ക വീഴുന്നത്. എന്തായി സൗന്ദര്യം മുഴുവൻ സൗന്ദര്യവത്തരം സുന്ദരം. ഇതുപോലെയാണ്. ചിലപ്പോൾ ചിലർക്ക് പൊടിക്കുപ്പി എഴുതാൻ മറന്നു പോകും. അപ്പം എന്താവും കട പിടിയോ. ചിലപ്പോൾ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു. ഇങ്ങനെ പൊടി കൊണ്ട് പൊടിക്കുപ്പി പോലെ ഇങ്ങനെ മുക്കപ്പൊടിയുടെ കുപ്പിയില്ലേ അവിടെ ഇടുമ്പോൾ ചിലപ്പോൾ പൊടി പോകുമ്പോൾ എന്താവും അവരുടെ മിസ് യൂണിവേഴ്സ് ഒക്കെ ആവണം. ഇവിടെ ഇത്ര സൗന്ദര്യം പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഒരു സൗന്ദര്യം ലഭിക്കും. അങ്ങനെ മനുഷ്യജന്മം സഫലമാകും. ആരും കണ്ടൊന്നും നോക്കണ്ടേ, ഒന്നില്ലെങ്കിൽ ഒരു മനുഷ്യ കുഴത്തിൽ നടക്കണ്ടേ അല്ലേ? ആള് കാണുമ്പോൾ പേടിക്കുകയും വെറുപ്പൊക്കെ വന്നാലോ? അപ്പോൾ ജന്മം സുഗതമാണ്. ഭാഗ്യം കൊണ്ടേ മനുഷ്യജന്മം ലഭിക്കൂ. അത് സൗന്ദര്യം ലഭിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഇത് കേട്ടുകൂടി പതിപ്രധാനമായിട്ടുള്ള ആ പത്മ ഏകം തന്നെ ദേഷ്യപ്പെട്ടു. കണ്ണൊക്കെ ചോര കോപം കൊണ്ട് കിടക്കാതെ പറ്റും. എന്തൊരു വർത്തമാനമാണ് പറയുന്നത്. ധർമ്മമാർഗം വിട്ടുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിക്കുക, എന്നിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്ന നിന്നെ ശപിക്കുക, നീ ഉടനെ തന്നെ നശിക്കുന്നു എന്ന് ശമിച്ചു. പതിവതകളുടെ ശാപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്. പതിവതകൾ ശമിച്ചാൽ ആ ശാപം എന്നും ഒരിക്കലും അത് രക്ഷയില്ല. വേറെ എന്ത് ശാപം എന്ന് പറയാം, പക്ഷേ പതിവ്രതകളുടെ ശാപം അത് ഒരിക്കലും നശിക്കാതിരിക്കില്ല. അത് ഒരിക്കലും അനുഭവിക്കാതിരിക്കില്ല. അതികഠിനമാണ് അവരുടെ ശാപം. ആ ശാപത്തിനെ പറ്റി അറിഞ്ഞോടുകൂടി പെട്ടെന്ന് ധർമ്മദേവൻ ഭയപ്പെട്ടു. എന്നെ ഉടനെ നശിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ധർമ്മദേവൻ തന്നെ തന്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്ത്, ക്ഷമിക്കണം, ഞാൻ അമ്മയുടെ പാതിവൃത്തം പരീക്ഷിക്കാൻ വേണ്ടിയ വന്ന് ധർമ്മദേവനാണ്, ധർമ്മമാണ് ഞാൻ. അപ്പോഴാണ് പത്മ പറയുന്നത് സർവം കർമ്മസാക്ഷിയാണ് ഒക്കെ എന്താ കർമ്മമാണ്. അങ്ങ് എല്ലാ കർമ്മത്തിൻ്റെ സാക്ഷിയായ എല്ലാ കർമ്മത്തിനും സാക്ഷിയായ ശങ്കര ശിവ ശംഭോ നമസ്തേ, ശ്രീശൈലനാഥ ദേവാ നമസ്തേ.
शिवाय शिवाय शङ्कर शिव शिव शम्भो गौरीशा अखिलाण्डेश्वर अन्नदानेश्वर परमानन्दा शिव शम्भो श्रीशैलेश्वर अक्षय विभुवे वैक्यतपा शिव शम्भो ॐ नमः शिवाय शिवाय शङ्कर शिव शिव शम्भो गौरीशा अष्टमी दर्शन सन्निधि पूगा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता जय जगदीश हरे